ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആത്മാവാണ് ശരിക്കും ഒരു സിംഗിൾ, നേരത്തെ നമ്മൾ പറഞ്ഞില്ല ഐഡന്റിറ്റി കാർഡാണ്, ഒരു സിംഗിൾ സെന്റൻസ് അല്ലെങ്കിൽ ഒരു സിംഗിൾ പാരഗ്രാഫ് കൊണ്ട് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ അതെന്താണ്? ഇറ്റ് ഈസ് ദിസ് പ്രീആമ്പിൾ. പ്രീആമ്പിൾ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആത്മാവ് ആണ്. അപ്പോൾ ഈ ഞാൻ നേരത്തെ പറഞ്ഞു ആർട്ടിക്കിൾസിലൊന്നും എന്തില്ല ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ അല്ലെ ഇന്ത്യൻ പ്രിയാമ്പിളിനെ പറ്റി മെൻഷൻ ചെയ്യുന്നത്. കോൺസ്റ്റിറ്റ്യൂഷനിൽ എവിടെയും എന്ത് ചെയ്യുന്നില്ല ഇന്ത്യൻ പ്രിയാമ്പിളിനെ പറ്റി മെൻഷൻ ചെയ്യുന്നില്ല. അതായത് ഒരു ആർട്ടിക്കിൾ ബേസ് ചെയ്തിട്ട് മെൻഷൻ ചെയ്യുന്നില്ല. ഇപ്പോൾ ഒരു നോവൽ നോക്കിയാൽ, ഒരു നോവൽ എടുക്കുകയാണെങ്കിൽ നോവലിൻ്റെ പ്രിഫേസിന് ഇക്വലൻ്റ് ആണ് ഇന്ത്യൻ പ്രിയാമ്പിൾ എന്ന് പറയുന്നത്. ഇതൊരു ഫസ്റ്റ് പാർട്ടാണ്, ഒരു ഐഡന്റിറ്റി കാർഡാണ്. നോവലിനെ കുറിച്ചും ഓവറോൾ ഐഡിയ നമുക്ക് പ്രിഫേസിൽ കിട്ടും, പക്ഷേ എന്ത് കിട്ടില്ല? അതിൻ്റെ കോർ കൺസെപ്റ്റ് ആയിരിക്കില്ല, അല്ലെങ്കിൽ ഒരു ജനറൽ വ്യൂ പോയിന്റ് ആയിരിക്കും അവിടെ ഉണ്ടാവുക. അതുപോലെ തന്നെയാണ് ഇവിടെയും. അപ്പോൾ കുറേ ആൾക്കാർ ചോദിച്ചു പ്രിയാമ്പിൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പാർട്ടാണോ അല്ലയോ എന്നുള്ള ക്വസ്റ്റ്യൻ. അതിനകത്തെ ഫസ്റ്റ് കേസാണ് ബറുബാരി യൂണിയൻ കേസ്. ബറുബാരി യൂണിയൻ കേസ്, ഈ കേസിൽ എന്ത് പറഞ്ഞു? സുപ്രീം കോർട്ട് മെൻഷൻ ദാറ്റ് ദി പ്രിയാമ്പിൾ ഈസ് യൂസ്ഫുൾ ബട്ട് പ്രിയാമ്പിൾ ഈസ് നോട്ട് എ പാർട്ട് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ. എന്തല്ല, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പാർട്ട് അല്ല എന്നാണ് ആര് പറഞ്ഞത്? ബറുബാരി യൂണിയൻ കേസ്. കാരണം ആർട്ടിക്കിളൊന്നുമില്ല, അതുകൊണ്ട് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പാർട്ടായിട്ടും കൺസിഡർ ചെയ്യാൻ പറ്റില്ല എന്നാണ് പറഞ്ഞേക്കുന്നത്. അതുപോലെ തന്നെ രണ്ടാമത്തെ കേസുണ്ട് കേശവാനന്ദ ഭാരതി കേസ്. ഈ കേസിൽ എന്ത് പറഞ്ഞു? നേരത്തെ പറഞ്ഞതിനെ റീപ്ലേസ് ചെയ്തിട്ട് പറഞ്ഞു പ്രിയാമ്പിൾ ഇസ് എ പാർട്ട് ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ആദ്യം അല്ലെന്ന് പറഞ്ഞു, അത് കഴിഞ്ഞ് 1973 കേസിൽ എന്ത് പറഞ്ഞു? പ്രിയാമ്പിൾ ഇസ് എ പാർട്ട് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ആൻഡ് ഇത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു? നമ്മുടെ ഇത് കഴിഞ്ഞിട്ടുള്ളൊരു സിസ്റ്റം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്തൊരു കൺസെപ്റ്റ് നോക്കിയാൽ, ദാറ്റ് ഈസ് LIC ഓഫ് ഇന്ത്യ കേസ്. ഈ കേസാണ് നമുക്ക് ഫൈനലി വരുന്നത്. ഇവിടെ എന്ത് പറഞ്ഞു? സുപ്രീം കോർട്ട് അഗെയിൻ ഹെൽഡ് ദാറ്റ് പ്രിയാമ്പിൾ ഈസ് ആൻ ഇന്റഗ്രൽ പാർട്ട് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അതായത് ഇത് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു പാർട്ടാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ എടുത്തു പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിയാമ്പിൾ ഈസ് നോ ഓർ നെയ്തർ എ പവർ ഓഫ് സോഴ്സ് ഓഫ് പവർ. അതായത് ഗവൺമെന്റിന് പവർ കൊടുക്കുന്ന ഒരു സോഴ്സ് അല്ല പ്രിയാമ്പിൾ. അല്ലെങ്കിൽ ആർട്ടിക്കിൾ 1 തൊട്ട് അങ്ങോട്ടുള്ള ഒരു ആർട്ടിക്കിളും ചെയ്യുന്ന പോലെ ഒരു പ്രൊഹിബിഷനോ അല്ലെങ്കിൽ ഒരു സോഴ്സ് ഓഫ് പവറോ അല്ല ഇവിടെ കൊടുക്കുന്നത്. പക്ഷേ പ്രിയാമ്പിൾ എന്ത് ചെയ്യണം? ഇവിടെ വേണം. ഇവിടെ ഓർത്തിരിക്കേണ്ട ഫീച്ചർ എന്ന് പറയുന്നത് പ്രിയാമ്പിൾ ഈസ് നോട്ട് ജസ്റ്റിഷ്യബിൾ. ഇതെല്ലാം എന്താണ്? നോൺ ജസ്റ്റിഷ്യബിൾ ആണ്. പ്രിയാമ്പിൾ ഇത് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? കോർട്ടിൽ പോകാൻ പറ്റില്ല. അതായത് കോർട്ടിൽ പോകാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ എന്ത് വിളിക്കും? ജസ്റ്റിഷ്യബിൾ പാർട്ട്. ഫോർ എക്സാമ്പിൾ ഫണ്ടമെന്റൽ റൈറ്റ്സ് ജസ്റ്റിഷ്യബിൾ ആണ്. പക്ഷെ ഇവിടെ എന്ത് ചെയ്യാൻ പറ്റില്ല? കോൺസ്റ്റിറ്റ്യൂഷൻ പ്രിയാമ്പിളിൽ പറഞ്ഞിട്ടുണ്ട് എനിക്ക് എക്കണോമിക് ഇക്വാലിറ്റി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ കിട്ടിയില്ല എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് അവിടെ പോകാൻ പറ്റില്ല, കോർട്ടിൽ പോകാൻ പറ്റില്ല. നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യുന്നില്ല? ഇതൊരു ജസ്റ്റിഷ്യബിൾ പാർട്ടായിട്ട് കൺസിഡർ ചെയ്യുന്നു. പക്ഷേ ദിസ് ഈസ് ആൻ ഇന്റഗ്രൽ പാർട്ട് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ അമെൻഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. അതായത് പ്രിയാമ്പിൾ അമെൻഡ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് അവിടെ വരുന്നത്. ഇപ്പോൾ ജനറലി നോക്കുവാണെങ്കിൽ ഇപ്പോൾ ഫൈനൽ വെർഡിക്റ്റ് എന്ന് പറയുന്നത് പ്രിയാമ്പിൾ ക്യാൻ ബി അമെൻഡഡ്. പ്രിയാമ്പിൾ എന്ത് ചെയ്യാൻ പറ്റും? അമെൻഡ് ചെയ്യാൻ പറ്റും എന്നുള്ള അതിൻ്റെ ഒരു എവല്യൂഷൻ നോക്കിയാൽ കേശവാനന്ദ ഭാരതി കേസിൽ പറയുന്ന ഒരു ഐഡിയ ആണ് പ്രിയാമ്പിൾ ക്യാൻ ബി അമെൻഡഡ് സബ്ജക്ട് ടു ദ കണ്ടീഷൻ ദാറ്റ് നോ അമെൻഡ്മെന്റ് ഈസ് ഡൺ അഗെയിൻസ്റ്റ് ദി ബേസിക് സ്ട്രക്ചർ. ഓർത്തിരിക്കുക, നമ്മൾ പഠിക്കും ഇനി കേശവാനന്ദ ഭാരതി കേസ് പഠിക്കും. അവിടെ പറഞ്ഞിട്ടുണ്ട് ബേസിക് സ്ട്രക്ചർ ഡോക്ട്രിൻ ഓർ ബേസിക് ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അതായത് അമെൻഡ് ചെയ്യാം, പക്ഷെ എന്ത് അമെൻഡ് ചെയ്യാൻ പാടില്ല? ബേസിക് ഫീച്ചേഴ്സ് അമെൻഡ് ചെയ്യാൻ പാടില്ല. അതായത് ഇപ്പോൾ സെക്യുലറിസം, സോഷ്യലിസം, യൂണിറ്റി, ഇൻറ്റഗ്രിറ്റി, ഈക്വാലിറ്റി, ലിബർട്ടി ഇതൊന്നും എടുത്ത് കളയാൻ പാടില്ല. വേണമെങ്കിൽ ചെറിയ ചേഞ്ചുകൾ എന്ത് ചെയ്യാം? ഇതിനകത്ത് ചേഞ്ച് ചെയ്യാം എന്നാണ് ആര് പറഞ്ഞേക്കുന്നത്? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ല പ്രിയാമ്പിളിനെ പറ്റി സുപ്രീം കോർട്ട് പറഞ്ഞിട്ടുള്ളത്. ദാറ്റ് ഈസ് ദ കോർട്ട് ഹെൽഡ് ദാറ്റ് ദ ബേസിക് എലമെന്റ്സ് ഓഫ് ദ ഫണ്ടമെന്റൽ ഫീച്ചേഴ്സ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ആസ് കണ്ടെയ്ൻഡ് ഇൻ പ്രിയാമ്പിൾ കനോട്ട് ബി ആൾട്ടേർഡ് ബൈ അമെൻമെന്റ് അണ്ടർ ആർട്ടിക്കിൾ 368. അമെൻമെന്റിന്റെ അടിയിൽ മാറ്റാൻ പാടില്ല, ബേസിക് ഫീച്ചേഴ്സിനെ മാറ്റാൻ പാടില്ലെന്നാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഒരു കോമൺ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ റീസെൻ്റ്ലി നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ഒരു റീസെൻറ്റ് എക്സാമ്പിൾ വെച്ചിട്ടാണ്, ഒരു കേസ് വെച്ചിട്ടാണ്. അവിടെയും പറഞ്ഞിട്ടുണ്ട് അമെൻഡ് ചെയ്യാം, ബേസിക് ഫീച്ചേഴ്സിനെ മാറ്റാത്ത എല്ലാ പാർട്ടുകളെയും അല്ലെങ്കിൽ ബേസിക് ഫീച്ചേഴ്സിനെ മാറ്റാതെ എല്ലാ കണ്ടീഷനും എന്ത് ചെയ്യാം? അമെൻഡ് ചെയ്യാം എന്നാണ് എവിടെയും പറഞ്ഞേക്കുന്നത്. ഈ പുതിയ റീസെൻ്റായിട്ട് വന്നിട്ടുള്ള വെർഡിക്റ്റിലും പറഞ്ഞിട്ടുള്ളത്. നിങ്ങളെല്ലാവരും പോയിട്ട് എന്ത് ചെയ്യുക? ജാനുവരി 26 ഏത് പത്രം വേണമെങ്കിലും വായിച്ചു, അതിൻ്റെ ഫസ്റ്റ് പേജ് നവംബർ 26 എല്ലാ പേജും വായിച്ചു നോക്കുക. മീൻസ് ആ ഫസ്റ്റ് പേജ് സ്പെസിഫിക് എല്ലാ പത്രത്തിൻ്റെയും ഫസ്റ്റ് പേജ് എങ്കിലും തൽക്കാലം വായിച്ചു നോക്കുക. എഡിറ്റോറിയലും വളരെ നല്ലതാണ്. ഗോ റീഡ് ഇറ്റ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ പ്രിയാമ്പിൾ എന്ന് പറയുന്ന ബേസിക് ഐഡിയയിൽ വരുന്നത്. സോ ദീസ് ആർ ദ ഐഡിയാസ്
പ്രിയാമ്പിളിനെ പറ്റി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിച്ചിരുന്നാൽ മതി. വി ക്യാൻ ഡിസ്കസ് ഫർദർ. അടുത്ത സെഷൻസിൽ ഞാനത് കവർ ചെയ്ത് പൊക്കോളാം. സോ താങ്ക് യു ഓൾ. സീ യു നെക്സ്റ്റ് ടൈം. താങ്ക് യു.